ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് CBI അന്വേഷിക്കില്ല. സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. ടി.പി. ചന്ദ്രശേഖരൻ വധഗൂഢാലോചന CBI അന്വേഷിക്കില്ല. ദേശീയ ഏജൻസി അന്വേഷിക്കേണ്ട പ്രാധാന്യം കേസിനില്ലെന്ന് CBI വക്താവ്. സ്വാഭാവികമെന്ന് പിണറായി വിജയൻ. CBI പുനഃപരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും. ദുരൂഹതയുണ്ടെന്ന് KK രമ. ആവുന്നത് ശ്രമിച്ചിട്ടും സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ KM മാണിക്കായില്ല. സർക്കാർ ശ്രമങ്ങൾ പാളി. സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിനവും ട്രഷറിയിൽ നിന്ന് ബില്ലുകൾ മടങ്ങി. തിരുവനന്തപുരത്തും കാസർകോട്ടും പത്തനംതിട്ടയിലും ട്രഷറികളിൽ പ്രതിഷേധം. പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ആവർത്തിച്ച് KM മാണി. കോടതിക്കെതിരെ സർക്കാർ സ്വരം കടുപ്പിക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ മുഖ്യമന്ത്രിക്കെതിരായ പരാമർശങ്ങളിലൂടെ കോടതി പ്രതിപക്ഷത്തിന് ആയുധം നൽകിയെന്ന് മന്ത്രി KC ജോസഫ്. പരാമർശങ്ങൾ നീക്കാൻ സർക്കാർ നൽകിയ ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും. ഹർജിയിലെ നടപടികൾ കോടതി ജീവനക്കാർ വൈകിപ്പിച്ചെന്ന് AGയുടെ പരാതി. അബ്ദുൽ നാസർ മദനിക്ക് തൽക്കാലം ജാമ്യമില്ല. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതുവരെ ആശുപത്രിയിൽ തുടരാമെന്ന് സുപ്രീം കോടതി. ജാമ്യഹർജി 4 ആഴ്ച കഴിഞ്ഞ് പരിഗണിക്കും. വടക്കേ അമേരിക്കൻ ഭദ്രാസനാധിപൻ മാർ അപ്രേം കരീം കൂറിലോസ് പുതിയ പാത്രിയാർക്കീസ് ബാവ. ആഗോള സുറിയാനി സഭയ്ക്ക് പുതിയ തലവനെ തെരഞ്ഞെടുത്തത് ഐകകണ്ഠേന. ടി.പി. വധക്കേസ് ഏറ്റെടുക്കാനാവില്ലെന്ന് CBI. ഇക്കാര്യം വ്യക്തമാക്കി കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് കത്ത് നൽകിയിട്ടുണ്ട്. കേരള പോലീസ് അന്വേഷണം പൂർത്തിയാക്കിയ കേസിൽ CBI പുനരന്വേഷണം നടത്തുന്നതിൽ പ്രസക്തിയില്ലെന്ന് CBI വക്താവ് കാഞ്ചന പ്രസാദ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് CBI നിലപാട്. തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് CBIക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ടി.പി. കേസ് ഏറ്റെടുക്കുന്നതിനെതിരെ 3 കാര്യങ്ങളാണ് CBI പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. കേരള പോലീസ് അന്വേഷണം പൂർത്തിയാക്കി വിചാരണ നടത്തുകയും കോടതി വിധി പ്രഖ്യാപിക്കുകയും ചെയ്ത കേസിലെ ഗൂഢാലോചന CBI അന്വേഷിക്കുന്നതിൽ പ്രസക്തിയില്ല. 2. CBI അന്വേഷിക്കാൻ പാകത്തിലുള്ള ദേശീയ പ്രാധാന്യമോ നിഗൂഢതകളോ ഈ കേസിലില്ല. 3. കനത്ത ജോലിഭാരമാണ് CBIക്ക്. ആ സാഹചര്യത്തിൽ പൂർത്തിയായ ഒരു കേസ് പുനരന്വേഷിക്കുന്നതിൽ യാതൊരു പ്രസക്തിയുമില്ല. ഇക്കാര്യങ്ങളാണ് CBI പേഴ്സണൽ മന്ത്രാലയത്തെ അറിയിച്ചിരിക്കുന്നത്. പേഴ്സണൽ മന്ത്രാലയം ഇക്കാര്യം കേരള സർക്കാരിനെ അറിയിച്ചിരുന്നുവെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സ്ഥിരീകരിച്ചു. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് CBIക്ക് അന്വേഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവര് ഒരു കത്ത് ആഭ്യന്തര വകുപ്പിൽ നൽകിയിരുന്നു. ആ കത്തിന് മറുപടിയായി ആഭ്യന്തര വകുപ്പ് വീണ്ടും ഇത് CBI തന്നെ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും ഒരു കത്ത് അയച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ കേസ് CBI ഏറ്റെടുക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. കേസിന്റെ സ്വഭാവവും രീതിയും അനുസരിച്ച് CBI ഏറ്റെടുക്കാൻ സാധ്യതയില്ല എന്ന നിയമോപദേശവും കേരള സർക്കാരിന് ലഭിച്ചിരുന്നു. എന്നാൽ ടി.പി. ചന്ദ്രശേഖരൻ വധം സൃഷ്ടിച്ച രാഷ്ട്രീയ പ്രാധാന്യവും KK രമ നടത്തിയ ഉപവാസ സമരവും CBI അന്വേഷണം പ്രഖ്യാപിക്കാൻ സർക്കാരിനെ നിർബന്ധിക്കുകയായിരുന്നു. മീഡിയ വൺ, ഡൽഹി. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് CBI അന്വേഷിക്കണമെന്നത് കേരളത്തിന്റെ പൊതു ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പ്രതിപക്ഷ നേതാവ് പോലും CBI അന്വേഷണം ആവശ്യപ്പെട്ട കേസാണ് ടി.പി. വധക്കേസ്. ആയതുകൊണ്ടുതന്നെ കേസ് അന്വേഷണം CBI തന്നെ ഏറ്റെടുക്കണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പാലക്കാട്ട് പറഞ്ഞു. ഇതിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് പ്രതിപക്ഷ നേതാവ് പോലും CBI അന്വേഷണം വേണം എന്ന് പറഞ്ഞ് എഴുതി തന്നതാണ്. അപ്പം ഭരണകക്ഷിയും പ്രതിപക്ഷവും കേരളം ഒന്നാകെ ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്ന നിലയിൽ അത് CBI തന്നെ ഏറ്റെടുക്കണം എന്ന് വീണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗവൺമെൻറ് തുടർന്നും അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കും. ടി.പി. കേസ് ഏറ്റെടുക്കാനാവില്ലെന്ന് CBI ഇപ്പോൾ അറിയിച്ചതിൽ ദുരൂഹതയുണ്ടെന്ന് RMP നേതാവ് KK രമ. CBI തീരുമാനം സംബന്ധിച്ച് സർക്കാർ ഒരു വിവരവും ഇതുവരെ തങ്ങളെ അറിയിച്ചിട്ടില്ലെന്നും KK രമ പ്രതികരിച്ചു. ഇപ്പോൾ CBIയുടെ ഭാഗത്തുനിന്ന് ഈ ഒരു നിലപാട് വന്നതിൽ ദുരൂഹതയുണ്ട്. കാരണം വെച്ചാൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്തിൽ ഇപ്പോൾ CBIയുടെ വക്താവ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഔദ്യോഗികമായ അറിയിപ്പ് കിട്ടി, ഞങ്ങൾക്കൊന്നും ഇതുവരെ ഔദ്യോഗികമായിട്ട് യാതൊരു വിവരവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ് അതിനെ സംബന്ധിച്ച് എന്ന് പറയാൻ വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും കഴിയില്ല. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ CBIയുടെ ഈ ഒരു നിലപാട് ദുരൂഹതയുണ്ട്.
ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് ഏറ്റെടുക്കാനാവില്ല എന്ന CBI നിലപാട് സ്വാഭാവിക നടപടി മാത്രമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. നിയമപരമായി ഇതിനപ്പുറം ചെയ്യാൻ CBIക്ക് ആവില്ലെന്നും പിണറായി പാലക്കാട്ട് വാണിയംകുളത്ത് പറഞ്ഞു. ഇത് സ്വാഭാവികമായിട്ടുള്ളതല്ലേ. അത്തരമൊരു നിലപാടല്ലാതെ നിയമപ്രകാരം CBI പോലൊരു അന്വേഷണ ഏജൻസിക്ക് സ്വീകരിക്കാൻ കഴിയില്ല. അതിപ്പോ സ്വാഭാവികമായി വന്നു എന്ന് മാത്രമേ കാണേണ്ടൂ. കോൺഗ്രസ് നേതാവ് ശ്രീ M. ലിജു ആലപ്പുഴ സ്റ്റുഡിയോയിലുണ്ട്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ CPM നേതാവ് കോഴിക്കോട് സ്റ്റുഡിയോയിൽ, ഒപ്പം ശ്രീ അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ, അദ്ദേഹം കൊച്ചിയിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ M. ലിജു, കേസ് ഏറ്റെടുക്കാതിരിക്കാൻ CBI പറയുന്ന ന്യായങ്ങൾ ശരിയായതല്ലേ? നിങ്ങളുടെ രാഷ്ട്രീയ മുതലെടുപ്പിന് നിൽക്കാൻ ഞങ്ങളെ കിട്ടില്ല എന്ന നിലപാട് പ്രഖ്യാപനം കൂടിയല്ലേ CBIയുടെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടായത്? CBI അന്വേഷണത്തെ സംബന്ധിച്ച് ഇപ്പോൾ CBI കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തെയും സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെയും അറിയിച്ചു എന്ന് പറയപ്പെടുന്ന കാര്യങ്ങളെ സംബന്ധിക്കുന്ന ആദ്യഘട്ട വിവരങ്ങൾ മാത്രമേ ലഭ്യമാകുന്നുള്ളൂ. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ഒന്ന്, കോടതിയിൽ വിചാരണ പൂർത്തിയായി, അതുകൊണ്ട് തന്നെ ഈ കേസ് അന്വേഷിച്ചിട്ട് പ്രസക്തിയില്ല. രണ്ടാമത്തെ പ്രശ്നം അവർ പറയുന്നത് ദേശീയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമല്ലാത്തതിനാൽ ഇത് ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കേണ്ടതില്ല. ഇതാണ് രണ്ട് കാര്യങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ വാർത്തകൾ ശരിയാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളിലും എനിക്ക് തോന്നുന്നു അതിന് ഇവരുടെ വിശദീകരണം യോജിക്കാത്ത സാഹചര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, വിചാരണ പൂർത്തിയാക്കിയ സമയത്ത് തന്നെ അല്ലെങ്കിൽ ചാർജ് ഷീറ്റ് കൊടുത്തപ്പോൾ തന്നെ ഗൂഢാലോചനയെ സംബന്ധിക്കുന്നൊരു ക്ലോസ് അവിടെ അവശേഷിച്ചിരുന്നു. രണ്ടാമത്തെ കാര്യം, പ്രതിപക്ഷ നേതാവ് ശ്രീ VS അച്യുതാനന്ദൻ സൂചിപ്പിച്ചതുപോലെ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട കക്ഷികളെ ഫയാസിനെ പോലെ അന്താരാഷ്ട്ര ബന്ധമുള്ള ഒരു സ്വർണ്ണക്കള്ളക്കടത്തുകാരൻ സന്ദർശിക്കുകയും അവരുമായി കൂടിക്കാഴ്ച നടത്തുകയും മൊബൈൽ ഫോൺ ഉൾപ്പെടെ കൈമാറപ്പെട്ടു എന്ന് സംശയിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിന് പിന്നിൽ ഒരു അന്താരാഷ്ട്ര തലത്തിൽ ബന്ധമുള്ള ഒരു മാഫിയയുടെ ഇടപെടൽ, അതോടൊപ്പം ടി.പി. ചന്ദ്രശേഖരൻ്റെ വിധവ KK രമ നൽകിയ പരാതിയും തെളിവുകളും, മരണമടയുന്നതിന് തൊട്ട് മുമ്പ് CPMൻ്റെ നേതാക്കന്മാർ തൻ്റെ നേരെ വധഭീഷണി മുഴക്കുന്നുണ്ട് എന്ന് ടി.പി. ചന്ദ്രശേഖരൻ പറഞ്ഞ പ്രസംഗത്തിൻ്റെ വീഡിയോ ടേപ്പുകൾ ഉൾപ്പെടെ ശ്രീമതി രമ സമർപ്പിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതൊക്കെ സംബന്ധിച്ച് അന്വേഷിച്ച സംസ്ഥാനത്തെ അന്വേഷണ ഏജൻസി, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, ഈ കേസിൽ CBI അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് സംസ്ഥാന സർക്കാർ CBIക്ക് കൈമാറാൻ തീരുമാനമെടുത്തത്. രണ്ടാമത്തെ പ്രശ്നം, CBI ഇത് ദേശീയ പ്രാധാന്യമുള്ള വിഷയമല്ല എന്ന് CBI പറഞ്ഞതുകൊണ്ട് മാത്രം ചന്ദ്രശേഖരൻ വധക്കേസിൻ്റെ പ്രാധാന്യം ഇല്ലാതാകുന്നില്ലല്ലോ. ഇവിടെ കുറ്റം ആരോപിക്കപ്പെടുന്ന ശ്രീമതി KK രമ ആരോപിച്ച ആരോപണങ്ങൾ അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ CPMനെ പോലൊരു ദേശീയ പാർട്ടിയുടെ സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാർ, ഏറ്റവും ഉന്നത നേതാക്കന്മാർ വരെ ഉൾപ്പെടുന്ന ഒരു ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിന് ദേശീയ പ്രാധാന്യമില്ല എന്ന് ഏതെങ്കിലും ഏജൻസി പറഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ പറ്റില്ല. ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ CBIയോട് കൂടുതൽ ഇതിൻ്റെ പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ടും ഇതിൻ്റെ നിയമപരമായി നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടും CBIയോട് അഭ്യർത്ഥിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. താങ്കളിലേക്ക് ശ്രീ അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന്, ഇന്നിപ്പോൾ KK രമയുടെ പ്രതികരണമായി വന്നിട്ടുള്ളതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കേസിൻ്റെ ഗൗരവം CBIയെ CBI അടക്കമുള്ള അധികൃതരെ ബോധ്യപ്പെടുത്താൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നതാണ്. എന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹതയുണ്ടെങ്കിൽ അത് അന്വേഷിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് ശ്രീമതി KK രമ. ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വേണ്ട ഗൗരവത്തോടെ ഈ കാര്യങ്ങളെ അറിയിക്കാതിരിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ശ്രമങ്ങൾ, സർക്കാരിൽ CPIMൻ്റെ ഇടപെടൽ, അത് സംബന്ധിച്ചുള്ള ഗൂഢാലോചന സംശയിക്കേണ്ടതുണ്ടോ ഈ ഘട്ടത്തിൽ? ഈ ഘട്ടത്തിൽ നമ്മൾ ഈ കേരളത്തിൽ TP വധക്കേസിനെ മാത്രം ചുറ്റിപ്പറ്റി ഈ വിഷയത്തെ സമീപിക്കുകയാണെങ്കിൽ ഇതിൻ്റെ മറ്റു പശ്ചാത്തലമൊന്നും മനസ്സിലാവില്ല. ഇപ്പോൾ ഇവിടെ നമ്മളുടെ ഈ ചർച്ചയ്ക്ക് ആധാരമായി TV-യിൽ എഴുതി കാണിക്കുന്നുണ്ടല്ലോ, അതായത് CBIക്ക് വേറെ പണിയുണ്ട് എന്ന്. ശരിയാണ്, CBIക്ക് വേറെ പണിയുണ്ട്. ഞാനൊരു ചെറിയ പണിയുടെ കാര്യം ചൂണ്ടിക്കാണിക്കാം. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഐയുമായി കൂട്ടുകൂടുന്നത് സംബന്ധിച്ച് ഇപ്പോൾ കാലിത്തീറ്റ കേസിൽ ശിക്ഷിക്കപ്പെട്ട് തിഹാർ ജയിലിൽ കഴിഞ്ഞിരുന്ന
ലാലു പ്രസാദ് യാദവ് അദ്ദേഹം പലതവണ ഡൽഹിയിലേക്ക് പറക്കുകയും സോണിയാഗാന്ധിയുമായി ചർച്ച നടത്തുകയും ചെയ്തു. കോൺഗ്രസ് ഈ ശിക്ഷിക്കപ്പെട്ട ലാലുവിൻ്റെ പാർട്ടിയുമായിട്ട് ഇങ്ങനെ ഒരു അലയൻസ് ഉണ്ടാക്കണമോ സഖ്യമുണ്ടാക്കണമോ എന്ന് ആശങ്കപ്പെട്ട് നിൽക്കെ ലാലു അദ്ദേഹത്തിൻ്റേതായ ചില ഉപാധികൾ വെച്ചിരുന്നു, ഒരു തീയതിയും വെച്ചിരുന്നു. ഇപ്പോൾ ഒടുവിൽ അതിൽ തീർപ്പുണ്ടായിരിക്കുന്നു. ആ തീർപ്പുണ്ടാവുന്നതിന് മുമ്പ് CBIയുടെ ബീഹാറുകാരനായ അതിൻ്റെ ഡയറക്ടർ രഞ്ജിത്ത് സിൻഹ ഒരു പ്രസ്താവന ഇതുപോലെ നടത്തി. ഇത് തത്തയുടെ മറ്റൊരു തത്തയാണ് ഇപ്പോൾ പ്രസ്താവന നടത്തിയെന്ന് നമ്മൾ കേൾക്കുന്നത്. യഥാർത്ഥ തത്ത, കൂട്ടിലടച്ച തത്ത അന്ന് ഒരു പ്രസ്താവന ഇറക്കിയിട്ട് പറഞ്ഞു, ശിക്ഷിക്കപ്പെട്ട ലാലു പ്രസാദ് യാദവിന് എതിരായിട്ട് കഴിഞ്ഞ 10 കൊല്ലക്കാലമായി CBI അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന 3 കേസുകൾ വ്യത്യസ്ത ആരോപണങ്ങൾക്ക് വിധേയമായി വിവിധ ഖജനാവുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ചോർത്തിയതിൻ്റെ കേസുകൾ തള്ളിക്കളയാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് CBI ഡയറക്ടർ പ്രഖ്യാപിച്ചു. ഇത് CBIയുടെ പട്ന കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണ സംഘത്തിൻ്റെ നിലപാടിനെതിരാണ്. ഇത് CBIയുടെ ചീഫ് പ്രോസിക്യൂട്ടറുടെ നിലപാടിനെതിരാണ്. ഇത് അദ്ദേഹം ഡയറക്ടർ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചതിൻ്റെ അടുത്ത ദിവസം ഇപ്പോൾ 12 സീറ്റ് കോൺഗ്രസിന് കൊടുത്തുകൊണ്ട് ലാലു പ്രസാദ് യാദവ് ബീഹാറിൽ സഖ്യമുണ്ടാക്കിയിരിക്കുന്നു കോൺഗ്രസുമായിട്ട്. ഈ 2 വർഷത്തേക്ക് ഉള്ള നിയമനം കിട്ടിയതാണ് രഞ്ജിത്ത് സിൻഹ എന്ന് പറയുന്ന CBI ഡയറക്ടർക്ക്. ഇദ്ദേഹം നേരത്തെ ലാലു പ്രസാദ് യാദവിൻ്റെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ ഡയറക്ടറായിരുന്നു. 3 മാസക്കാലം ആ സീറ്റ് ഒഴിച്ചിട്ടിട്ട് അദ്ദേഹത്തിനെ നിയമിക്കാൻ പറ്റിയ സന്ദർഭത്തിലാണ് ലാലു റെയിൽ മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തെ നിയമിച്ചത്. ഇത് മാത്രമല്ല, ഇദ്ദേഹത്തെ പറ്റി അറിയപ്പെടുന്നത് ലാലു പ്രസാദിന്റെ ശ്രീ അപ്പക്കുട്ടൻ പള്ളിക്കുന്ന്, താങ്കൾ പറയുന്നത് CPIM, താങ്കൾ ഞാൻ ഇടപെട്ടുകൊണ്ട് ശ്രീ അപ്പക്കുട്ടൻ പള്ളിക്കുന്ന്, താങ്കൾ പറയുന്നത് CPIM CBIയെ സ്വാധീനിച്ചു എന്നതാണ് താങ്കൾ വിശദീകരിക്കുന്നതെങ്കിൽ അതെങ്ങനെ സാധിക്കും? CPIMനെ പോലൊരു പാർട്ടി. ഒരു സെക്കൻഡ്, ഞാൻ CPIMന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് കോൺഗ്രസ് ബീഹാറിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും CBIയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലാലു പ്രസാദ് യാദവുമായിട്ട് ഇപ്പോൾ ഒരു കരാറുണ്ടാക്കിയിരിക്കുന്നു. കേരളത്തിൽ ആന്റണി വന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് UPAക്ക് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ വേണമെന്നാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി ഏറ്റുമുട്ടുന്ന LDF ഏറ്റുമുട്ടുന്ന കേരളത്തിൽ കേന്ദ്രത്തിൽ വന്നിട്ടുള്ള ആന്റണി ഇപ്പോൾ പറയുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഞങ്ങളെ സഹായിക്കണമെന്നാണ്. ഞാൻ തിരിച്ചു വരാം ശ്രീ അപ്പക്കുട്ടൻ പള്ളിക്കുന്ന് താങ്കളിലേക്ക്. വളരെ വ്യക്തമാണ് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, അദ്ദേഹത്തിന്റെ നിലപാട് വിശ്വസനീയവുമാണ്. ശ്രീ AK ആന്റണി വന്ന് CPIMനെ എതിർക്കുകയല്ല, ഞങ്ങളെ പിന്തുണക്കൂ, ഞങ്ങളെ പിന്തുണക്കൽ മാത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ള വഴി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സവിശേഷമായ ഒരു തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ ഇതിന് പിന്നിൽ CPIM ഉണ്ട്, CPIMും കോൺഗ്രസും തമ്മിലുണ്ടായിരിക്കുന്ന അവിശുദ്ധമായിട്ടുള്ള ഒരു ഗൂഢാലോചനയും അതിൻ്റെ ഫലവുമുണ്ട് എന്ന് പറയുന്നത് വളരെ വിശ്വസനീയമായി തോന്നും നാട്ടുകാർക്ക്. TP ചന്ദ്രശേഖരൻ വധക്കേസ് അന്വേഷിക്കാനാകില്ല എന്ന CBIയുടെ നിലപാട് പ്രഖ്യാപനം ഈ ഗൂഢാലോചനയുടെയും പരസ്പര ബന്ധത്തിൻ്റെയും ഫലമാണ് എന്ന് ശ്രീ അപ്പക്കുട്ടൻ പള്ളിക്കുന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുന്നവർ ഒരുപാട് പേരുണ്ടാകും നാട്ടിൽ. അപ്പക്കുട്ടൻ പള്ളിക്കുന്നിനെ പോലുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്ന ആളുകൾ നാട്ടിൽ കുറഞ്ഞു വരികയാണ്. കോൺഗ്രസിന്റെയും UDFന്റെയും രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ കേരളത്തിലെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലായ അഴിമതിയിലും എല്ലാവിധ ജീർണതയിലും മുങ്ങിക്കൊളിച്ച ഉമ്മൻചാണ്ടി സർക്കാരിന് അതിജീവനം ഉണ്ടാക്കി കൊടുക്കുക, ഈ 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു അജണ്ട ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വിചാരണ പൂർത്തീകരിച്ച് ശിക്ഷിച്ച ഒരു കേസിന് മുകളിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യം ഉന്നയിച്ച് സമരനാടകം നടത്തുകയും UDF സർക്കാർ അതിന്റെ അന്നത്തെ മന്ത്രി തന്നെ സമരപ്പന്തലിൽ പോയിട്ട് ഈ കേസ് അന്വേഷണത്തിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ പ്രവർത്തനങ്ങൾ പുകൾപറ്റതാണെന്ന് പുസ്തകം വരെ എഴുതിയ മന്ത്രി തന്നെ സമരപ്പന്തലിൽ പോയിട്ട് മുമ്പ് നമുക്ക് പരിചയമില്ലാത്ത വിധത്തിൽ സമരബന്ധത്തിൽ CBI അന്വേഷണത്തിന് അദ്ദേഹവും ആവശ്യപ്പെടുക, CBI അന്വേഷണം എന്ന രമയുടെ ആവശ്യം അംഗീകരിക്കാൻ പോകുന്നു എന്ന് പ്രഖ്യാപിക്കാം. അപ്പൊ അതൊരു രാഷ്ട്രീയ നാടകമായിരുന്നു.
ഇപ്പൊ CBIക്ക് മുമ്പിൽ ചന്ദ്രശേഖരൻ കേസുമായി ബന്ധപ്പെട്ട് എടച്ചേരി പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഭ്യന്തര വകുപ്പ് നേരിട്ട് പരാതി ഇങ്ങോട്ട് അയച്ചു കൊടുക്കുകയായിരുന്നല്ലോ. അപ്പോ നടപടിക്രമങ്ങൾ അനുസരിച്ച് നിയമപരമായി CBI അന്വേഷണം പറ്റില്ല, സാധ്യമല്ല എന്ന് വന്നപ്പോഴാണ് എടച്ചേരി പോലീസ് സ്റ്റേഷനിൽ ഒരു പുതിയ ഗൂഢാലോചന കേസ് രജിസ്റ്റർ ചെയ്ത് ആ കേസ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണ് ഇപ്പൊ CBI കൈമാറിയിരിക്കുന്നത്. അതിന്റെ പ്രാഥമികമായ പരിശോധനയിലാണ് ഒരു സ്വാഭാവിക നടപടി എന്ന നിലക്ക് CBI വക്താവ് പറഞ്ഞിരിക്കുന്നത് ഈ കേസ് ഏറ്റെടുക്കാൻ നിയമപരമായി ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന കാര്യം പറഞ്ഞിരിക്കുന്നത്. എനിക്കതിന്റെ വിശദാംശങ്ങളൊന്നും ലഭ്യമല്ല. അതിന്റെ വിശദാംശങ്ങൾ ഇതാണ് ശ്രീ അതിന്റെ വിശദാംശങ്ങൾ ഇതാണ്. അതായത് ദേശീയ പ്രാധാന്യമുള്ള കേസല്ല TP ചന്ദ്രശേഖരൻ വധക്കേസ്. ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്, ഇക്കാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല. ഒരു തവണ അന്വേഷിച്ച് അതിൻ്റെ ജുഡീഷ്യൽ പ്രോസസ്സിലൂടെ കടന്നുപോയി വിധി പറഞ്ഞൊരു കേസാണ് എന്നതടക്കമുള്ള വാദങ്ങളാണ് ഉയർത്തുന്നത്. ശ്രീ എം ലിജു അക്കാര്യങ്ങളെ ഖണ്ഡിച്ചു കഴിഞ്ഞു. ഇത് സവിശേഷമായ ഗൂഢാലോചന കേസ് വേറെ തന്നെ ഒരു കേസാണ്, ഈ വിധി പറഞ്ഞിട്ടുള്ള കേസല്ല. പ്രാധാന്യമില്ല എന്ന് പറയരുത്. CPIM എന്ന ദേശീയ പാർട്ടിയുടെ സംസ്ഥാന തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ ആരോപണത്തിൻ്റെ കുന്തമുനയുള്ള ഒരു കൊലപാതക കേസാണ്. അതുകൊണ്ട് പ്രാധാന്യമില്ല എന്ന് പറയരുത്. മറ്റെന്തൊക്കെ പണിയുണ്ടെങ്കിലും ഈ കേസ് കൂടെ അന്വേഷിക്കേണ്ടതാണ് CBI എന്നുകൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന വിശദാംശങ്ങളൊന്നും തന്നെ TP ചന്ദ്രശേഖരൻ വധ സംബന്ധിച്ചുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ് ഏറ്റെടുക്കുന്നതിൽ നിന്ന് CBIയെ വിലക്കുന്നതല്ല. എം ലിജു പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ അങ്ങേയറ്റം നിസ്സഹായ അവസ്ഥയാണ് ഇത് കാണിക്കുന്നത്. TP ചന്ദ്രശേഖരൻ വധം വലിയ ദേശീയ പ്രാധാന്യമുള്ളതാണ് എന്ന് കാണിക്കാൻ വേണ്ടി CPMന്റെ ഉന്നത നേതാക്കന്മാർക്ക് പങ്കുള്ള ഒരു ഗൂഢാലോചനയാണെന്ന് TPയുടെ വിധവ രമ തന്നെ പരാതി നൽകിയിട്ടുണ്ട് എന്നാണല്ലോ ഇവിടെ പറയുന്നത്. ഞാനതാണ് മനസ്സിലാക്കിയത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന്. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, രമയുടെ തോന്നലല്ല, കോൺഗ്രസ് നേതാക്കന്മാരുടെ അഭീഷ്ടം അനുസരിച്ചിട്ടുള്ള വർത്തമാനങ്ങളല്ല, ഊഹങ്ങളും തോന്നലുകളുമല്ല ഒരു കുമിഴ് കുറ്റത്തിന് തെളിവായി എടുക്കേണ്ടത്. അങ്ങനെ ആർക്കും ആരെയും ആരുടെ പേരിലും ആരോപിക്കാം. അങ്ങനെ ആരോപണം ഉന്നയിച്ചത് സംശയത്തിന്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ CPMനെ CP വധം ഉപയോഗിച്ച് എങ്ങനെ വേട്ടയാടാൻ പറ്റും, എങ്ങനെ ഒരു പ്രചരണ ക്യാമ്പയിൻ ആരംഭിക്കാൻ പറ്റുമെന്നാണ്. വ്യക്തമാണ് താങ്കളുടെ നിലപാട്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ എം ലിജു, താങ്കൾക്കെതിരെ 2 ആരോപണങ്ങളുണ്ട്. ഒന്ന്, ഈ കേസ് അന്വേഷിക്കേണ്ടതില്ല എന്ന് CBIക്ക് തോന്നലുണ്ടാകുന്നതിന് കാരണം ആവശ്യത്തിൽ ഈ കേസിൻ്റെ ഗൗരവം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കോൺഗ്രസ് സർക്കാർ ശ്രമിച്ചില്ല എന്നതാണ്. അത് പറയുന്നത് മറ്റാരുമല്ല, ശ്രീമതി KK രമ തന്നെയാണ്. രണ്ടാമത്തെ കാര്യം ശ്രീ അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന് അല്പസമയം മുമ്പ് ആരോപിച്ചു കഴിഞ്ഞു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിൽ ഒരു പരസ്പരമുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അതിന് തെളിവാണ് AK ആന്റണി എല്ലായിടത്തും പ്രസംഗിക്കുന്ന CPIM ഞങ്ങളെ പിന്തുണക്കണം എന്ന നിലപാട് പ്രഖ്യാപനം എന്നുകൂടെ പറയുന്നുണ്ട് ശ്രീ അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന്. 2 കാര്യങ്ങൾ. ഒന്ന്, വളരെ വ്യക്തമായി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ റിപ്പോർട്ടും ഏത് സാഹചര്യത്തിലാണ് CBI അന്വേഷണം വേണ്ടത് എന്നതിനെ സംബന്ധിക്കുന്ന കൃത്യമായ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടുമായിട്ടാണ് CBIയെ സംസ്ഥാന സർക്കാർ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ക്ഷണിച്ചത് എന്നാണ് എനിക്കറിയാൻ സാധിക്കുന്നത്. അതിൽ ഗൗരവത്തിന് ഒരു കുറവും വരുത്തിയിട്ടില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. രണ്ടാമത്തെ കാര്യം, ശ്രീ AK ആന്റണി കേരളത്തിൽ വന്ന് CPM ഉൾപ്പെടെയുള്ള മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കോൺഗ്രസിനെ പിന്തുണയ്ക്കും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതിൻ്റെ രാഷ്ട്രീയം കൃത്യമായി മനസ്സിലാക്കണം. ഞങ്ങളിവിടെ പറഞ്ഞത് CPMന് ദേശീയ രാഷ്ട്രീയത്തിനൊരു പ്രസക്തിയുമില്ല. ദേശീയ തലത്തിൽ BJPയും കോൺഗ്രസ് തമ്മിൽ നടക്കുന്ന മത്സരത്തിൽ വർഗീയതയ്ക്കെതിരെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മതേതര മുന്നണി ജയിക്കണം. ഇവിടെ CPM മത്സരിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന രാഷ്ട്രീയമാണ് ശ്രീ AK ആന്റണി കേരള സമൂഹത്തോട് പറഞ്ഞത്. അതുകൊണ്ട് CPMന്റെ പിന്തുണ വേണമെന്നല്ല, CPM ഉദ്ദേശിക്കുന്ന മതേതര വോട്ടുകളെ ഭിന്നിപ്പിക്കുക എന്ന അവരുടെ ലക്ഷ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അത് മതേതര വിശ്വാസികൾക്ക് ശ്രീ AK ആന്റണി കൊടുത്ത മുന്നറിയിപ്പാണിത്. അതിൻ്റെ അർത്ഥം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതുകൊണ്ട് CPMന്റെ സഖ്യം വേണം, അതുകൊണ്ട് CPM ചെയ്യുന്ന എല്ലാ കൊള്ളരുതായ്മകളെയും പിന്തുണയ്ക്കും എന്നുള്ളതല്ല. വളരെ കൃത്യമായി അതിൻ്റെ രാഷ്ട്രീയം മനസ്സിലാക്കി തന്നെയാണ് പോകേണ്ടത്. അതോടൊപ്പം ശ്രീ TP കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു ഇത് KK രമയുടെ തോന്നലുകളാണെന്ന്. KK രമയുടെ തോന്നലുകളാണോ? ശ്രീ TP ചന്ദ്രശേഖരൻ്റെ പ്രസംഗം, അദ്ദേഹം മരണമടയുന്നതിന് മുമ്പ് നടത്തിയ പ്രസംഗത്തിൻ്റെ വീഡിയോ ടേപ്പ് ഇന്ന് ലഭ്യമാണ്. അതിൽ അദ്ദേഹം പറയുന്നു ജയരാജന്മാർ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയത് ഉൾപ്പെടെ വടകരയിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിച്ച P ജയരാജൻ്റെ സഹോദരി സതീദേവി മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജയരാജൻ ഭീഷണിപ്പെടുത്തി ഉൾപ്പെടെ CPMന്റെ സീനിയർ നേതാക്കന്മാരുടെ ഭീഷണി, അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടും എന്ന് തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ ദീർഘദർശനം തുടങ്ങി അനവധി കാര്യങ്ങൾ ഈ കേസിലുണ്ട്.
ആർക്കാണ്? രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ലോക്കൽ കമ്മിറ്റി അംഗത്തിൻ്റെ വ്യക്തിവൈരാഗ്യം, അദ്ദേഹത്തിൻ്റെ കരാർ പണി തടസ്സപ്പെടുത്തിയതാണ് ടി പി ചന്ദ്രശേഖരൻ്റെ വധത്തിന് കാരണമായി എന്നത് വി എസ് അച്യുതാനന്ദൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ഒരാൾ വിശ്വസിക്കില്ല. അച്യുതാനന്ദൻ ഇപ്പോൾ നിലപാട് മാറ്റം ഉണ്ടായേക്കാം, അത് വേറെ പ്രശ്നം. പക്ഷേ കേരളത്തിൽ ആരും വിശ്വസിക്കില്ല. അതിനുശേഷം ഈ രാമചന്ദ്രനെ നിങ്ങൾ കൺട്രോൾ കമ്മീഷനിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതായി മാധ്യമങ്ങളോട് ഞങ്ങൾ അറിഞ്ഞു. പുറത്താക്കാൻ പോകുന്ന ആളിനെ പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാർ, കേന്ദ്ര കമ്മിറ്റി അംഗവും ജില്ലാ സെക്രട്ടറിയും ജയിലിൽ വന്ന് കണ്ട് സന്ദർശിച്ച് ഇതൊരു കപട നാടകമാണ്, സഹോദര സഖാവേ രാമചന്ദ്ര തൽക്കാലം ഒന്നും മിണ്ടരുത് എന്ന് കണ്ട് ആശ്വസിപ്പിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ ഇതിൻ്റെ പിന്നിൽ ഉന്നത ഗൂഢാലോചനയുണ്ട്. കാരണം മുൻകാലങ്ങളിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരെ വേട്ടയാടി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന CPM ജയിൽ സന്ദർശിച്ച് ഒരു ക്രിമിനലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിൻ്റെ കാരണം വിശദീകരിക്കുന്ന കാഴ്ച കേരള സമൂഹത്തിന് മുമ്പിൽ കാര്യങ്ങൾ മുഴുവൻ വ്യക്തമാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ദേശീയ പ്രാധാന്യമുണ്ടെന്ന കാര്യത്തിൽ സംശയം തന്നെ. ഞാൻ തിരിച്ചു വരാം ശ്രീ എം ലിജു. ശ്രീ അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന്, എം ലിജു VS അച്യുതാനന്ദന്റെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ ഓർക്കേണ്ടി വരും. റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി കോൺഗ്രസിന്റെ വാലായിരിക്കുന്നു എന്ന് നേരത്തെ VS അച്യുതാനന്ദൻ പറഞ്ഞു. അക്കാര്യങ്ങൾ വിശ്വസിക്കേണ്ടതായ സാഹചര്യമാണിത് എന്ന് കണക്കാക്കേണ്ടി വരില്ലേ? റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിയെ, TP ചന്ദ്രശേഖരന്റെ വധത്തെ വലിയ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ആയുധമായി കോൺഗ്രസ് ഇങ്ങനെ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് CBI അന്വേഷണത്തിലുള്ള പഴുതുകളെല്ലാം ഉണ്ടായിട്ടും ആ ഗൗരവം ബോധ്യപ്പെടുത്താതെ CBI അന്വേഷണം നടത്താത്ത അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിച്ചത്. അതിന് പിന്നിൽ താങ്കൾ തന്നെ ആരോപിക്കും വിധം തെരഞ്ഞെടുപ്പ് വിജയം, ഒന്നിച്ചുള്ള നിൽപ്പ് ലക്ഷ്യമിട്ടുള്ള ചില കള്ളക്കളികളുണ്ട് എന്ന് പറയുകയാണെങ്കിൽ RMP എന്ന ചെറിയ പാർട്ടി അതിൻ്റെ സ്ഥാപക നേതാവിൻ്റെ മരണം, കൊലപാതകത്തെ പോലും രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന കോൺഗ്രസിനെ യഥാവിധം തിരിച്ചറിയാതിരിക്കുന്ന അവസ്ഥയിൽപ്പെട്ടിരിക്കുകയാണ് എന്ന VS അച്യുതാനന്ദന്റെ വാക്കുകൾ ശരിയായി വരികയില്ലേ? VS അച്യുതാനന്ദൻ്റെ വാക്കുകളേക്കാളേറെ അദ്ദേഹം രേഖാമൂലം അത് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റി എന്നുള്ള നിലയ്ക്ക് ഈ ഗവൺമെൻറ്റിന് അയച്ച ഒരു കത്തുണ്ട്. ആ കത്തിൽ അദ്ദേഹം പറയുന്നത് രമയുടെ ആവശ്യം, അവരുടെ ഭർത്താവ് നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഏറ്റവും ദുഃഖിതയായി അവരിപ്പോൾ ഒരു നിരാഹാര സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ ആവശ്യമനുസരിച്ചുകൊണ്ട് അവരാവശ്യപ്പെട്ട CBI അന്വേഷണം, വിശ്വസനീയമായ ഒരു അന്വേഷണം നടത്തി ഇതിലെ ഗൂഢാലോചനക്കാരെ പുറത്തു കൊണ്ടുവരണം എന്ന് ആണ് അദ്ദേഹം ഇപ്പോൾ എന്ത് വാക്ക് പറയുന്നു എന്നുള്ളതല്ല, അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് CBIക്ക് ഈ അന്വേഷണ ആവശ്യം മുന്നോട്ട് വച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് VS ആണ് ഇപ്പോൾ, നമ്മളൊന്നുമല്ല ഇവിടെ വിശദീകരിക്കേണ്ടത്. ഈ പ്രശ്നത്തിൽ ഇപ്പോൾ CBI എടുത്ത നിലപാട് ആണോ ശരി, അതല്ല കോൺഗ്രസിൻ്റെയും UDFൻ്റെയും അതിജീവനത്തിനു വേണ്ടി അദ്ദേഹം എഴുതിക്കൊടുത്ത കത്ത് തെറ്റായിരുന്നോ എന്ന് അദ്ദേഹമാണ് വിശദീകരിക്കേണ്ടത്. പക്ഷേ ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. CBI ഇപ്പോൾ പറയുന്നിടത്ത് നിന്നല്ല ഇതിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പോൾ കുഞ്ഞിക്കണ്ണൻ്റെ പാർട്ടി CPIM ഇത് ഈ സംഭവത്തിൽ CPMൻ്റെ പ്രതികളെ ഓരോന്നായി പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന അവസരത്തിൽ കേരളത്തിലെ സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞ, വളരെ ഹർത്താലടക്കം നടത്തിക്കൊണ്ട് ഹൈക്കോടതി അടക്കം ഇടപെടേണ്ട സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളെ വളഞ്ഞു വെച്ച് ആക്രമിച്ച് കള്ളക്കേസിൽ കൊടുക്കുകയാണ് എന്ന്. ആ സമയത്ത് അങ്ങനെയുള്ള ഒരു പാർട്ടി ഈ കഴിഞ്ഞ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വോട്ട് ചെയ്തു. ഇവിടെ ഈ ആളുകൾ വളഞ്ഞു വെച്ച് ഇവരെ കേസിൽപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബംഗാളിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ CPMൻ്റെ മിച്ച വോട്ടുകൾ കോൺഗ്രസിന് കൊടുത്തു. നമ്മളിവിടെ കാണേണ്ടത് RMPക്കും രമയ്ക്കും വടകരയ്ക്കും കേരളത്തിനുമൊക്കെ അപ്പുറത്ത് ഈ 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന ഒരു തൂക്ക് പാർലമെൻറ്റിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇനി രൂപപ്പെടാൻ പോകുന്നത് ആര് ഭരിക്കുമെന്നുള്ളത്. അത്തരമൊരു തെരഞ്ഞെടുപ്പിൽ പഴയതുപോലെ UPAയിലേക്ക് ഇടതുപക്ഷ പാർട്ടികൾ വരണമെന്നുണ്ടെങ്കിൽ CPMന് അവരെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കേസടക്കം ഒരുപാട് കേസുകളിൽ ഇതുപോലെ CBI അന്വേഷണങ്ങളുണ്ട്, ഇതുപോലുള്ള കാര്യങ്ങളുണ്ട്. അതിന് തക്കതായ ഉറപ്പ്
കിട്ടിയെങ്കിൽ മാത്രമേ LDF അല്ലെങ്കിൽ CPM അതിന് മുന്നോട്ട് പോകൂ. ഞാനിവിടെ ഈ സംഭവം ചൂണ്ടിക്കാണിക്കാനുണ്ടായ കാരണം ഇത് മാത്രമല്ല, ഈ CBIയുടെ ഈ ഡയറക്ടർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കേരളത്തിൽ ഇന്ത്യ രാജ്യത്താകെ കേട്ട ആ കൽക്കരി കുംഭകോണ കേസിൽ അന്നത്തെ മന്ത്രിയുണ്ടല്ലോ, രാജിവെക്കേണ്ടി വന്ന മന്ത്രി, ആ മന്ത്രിയെ കാണിച്ച് റിപ്പോർട്ട് എഴുതിയ ആളാണ് ശ്രീമാൻ രഞ്ജിത്ത് സിൻഹ. ആ റിപ്പോർട്ട് പരിശോധിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി പറഞ്ഞത്, നിങ്ങൾ യജമാനൻ പറയുന്നത് പോലെ ഉച്ചരിക്കുന്ന ഒരു തത്തയാണ് CBI എന്ന്. ആ CBIയെ മാറ്റിയെടുക്കണമെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആ CBI ഇപ്പോൾ കുഞ്ഞിക്കണ്ണൻ്റെ CPMൻ്റെ നേതാക്കന്മാർക്ക് ഇഷ്ടപ്പെട്ട വിശ്വസനീയമായ ഒരു ഏജൻസിയായി മാറിയോ എന്ന് അവരാണ് വിശദീകരിക്കേണ്ടത്. തീർച്ചയായും ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ M. ലിജു, ചോദ്യം അല്ലെങ്കിൽ ആക്ഷേപങ്ങൾ കോൺഗ്രസിന് നേരെയുമുണ്ട്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് പോലെ VS അച്യുതാനന്ദൻ കൊടുത്ത കത്തിൽ CBIക്ക് അന്വേഷിക്കാവുന്ന തരത്തിലുള്ള ഗൗരവമുള്ള കാര്യം ഇതിനകത്തുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളുണ്ട്. ഫായിസുമായിട്ടുള്ള ബന്ധം, ഈ ഫായിസ് P. മോഹനൻ മാസ്റ്റർ ചെന്ന് ജയിലിൽ ചെന്ന് കണ്ടത് എന്തുകൊണ്ട്, ഈ പ്രതികളുമായി ഈ സ്വർണ്ണക്കടത്ത് കേസിലെ അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള ഫായിസിനുള്ള ബന്ധങ്ങൾ എന്താണ് എന്നതൊക്കെ മതിയായ കാരണമാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരാൾക്ക് CBI അന്വേഷണം വേണ്ടതുണ്ട് ഈ കൊലപാതക കേസിലെ ഗൂഢാലോചനകൾ അതിനുശേഷമുണ്ടായിട്ടുള്ള മറ്റ് സംഗതികൾ എന്നതിന്. അവിടെ അത് നടക്കാതിരിക്കുന്നത്, ആ ഗൗരവം ബോധ്യപ്പെടാതിരിക്കുന്നതിന് പിന്നിൽ ശ്രീ അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന് ചൂണ്ടിക്കാണിക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള മേശക്കടിയിലൂടെയുള്ള കൊടുക്കൽ വാങ്ങലുകളുണ്ട് എന്നതിനുള്ള തെളിവാണ്. ശ്രീ VS അച്യുതാനന്ദൻ തൻ്റെ കത്തിൽ പരാമർശിച്ച അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള ഫായിസിനെ പോലെയുള്ള കള്ളക്കടത്തുകാരനും CPM നേതാക്കന്മാരും തമ്മിലുള്ള ബന്ധവും TP വധക്കേസിലെ പ്രതികൾ തമ്മിലുള്ള ബന്ധവും എല്ലാം തന്നെ സംസ്ഥാന സർക്കാർ പരിഗണിച്ചിരുന്നു. അതേ ഗൗരവത്തോടു കൂടിയാണ് CBIയോട് സംസാരിച്ചത്. CBIക്ക് അത് ബോധ്യപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ തുടർന്നും സംസ്ഥാന സർക്കാർ ആ വിഷയത്തിൽ ശക്തമായി ഇടപെടും എന്ന് ഇന്ന് ആഭ്യന്തരമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നു. ഒരൊറ്റ നിമിഷം ശ്രീ M. ലിജു, ഞാൻ താങ്കളിലേക്ക് തന്നെ തിരിച്ചു വരാം. ശ്രീമതി KK രമ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി KK രമ, സർക്കാർ വേണ്ടത്ര ഗൗരവം കാണിച്ചില്ല എന്ന് താങ്കൾ പറയുമ്പോൾ അതിന് പിന്നിൽ ശ്രീ അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന് ചൂണ്ടിക്കാണിക്കുന്ന CPIM-ഉം കോൺഗ്രസും തമ്മിലുള്ള ചില കൊടുക്കൽ വാങ്ങലുകളുണ്ട് എന്നുകൂടെ സംശയിക്കുന്നുണ്ടോ താങ്കളും? അല്ല, അത്തരത്തിലുള്ള നിലപാടുകളെ സംബന്ധിച്ചാണ് നമുക്ക് സംശയമുള്ളത്. കാരണം ഇന്നലെ ശ്യാമചന്ദ്രപിള്ള നടത്തിയൊരു പ്രസ്താവന, AK ആന്റണി നടത്തിയ പ്രസ്താവന, ഇതെല്ലാം കൂട്ടി വഹിക്കുമ്പോൾ ഏതൊക്കെയോ തരത്തിലുള്ള രാഷ്ട്രീയ ഒത്തുതീർപ്പുകൾ നടക്കുന്നതിന്റെ പിന്നിൽ എന്ന് വേണമെങ്കിൽ കരുതാവുന്നതാണ്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. അതൊക്കെ ഇതിനെ ബാധിച്ചു എന്ന് വേണം കരുതാൻ വേണ്ടി പറ്റുന്നതാണ്. പക്ഷേ ഗവൺമെന്റ് ഏത് തരത്തിൽ തീരുമാനിച്ചെടുത്താലും ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു, ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കാനും കോടതിയുമായി ബന്ധപ്പെട്ട് ഇതിനനുസരിച്ച് കാര്യങ്ങൾ നിയമ നടപടി സ്വീകരിക്കാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ശ്രീമതി KK രമ, ഈ ഘട്ടത്തിൽ വരുന്നൊരു ചോദ്യം ശ്രീ VS അച്യുതാനന്ദൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയ റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി കോൺഗ്രസിന്റെ വാലായി പോയിരിക്കുന്നു എന്ന അദ്ദേഹത്തിന്റെ ആക്ഷേപം ശരിയാണ് എന്ന് വരികയാണോ? കോൺഗ്രസ് അവർക്ക് പിന്നിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരു സംഗതിയായി അവർക്ക് ഏത് ഘട്ടത്തിലും രാഷ്ട്രീയമായ ആയുധമായി എടുത്ത് പ്രയോഗിക്കാൻ പാകത്തിൽ TP ചന്ദ്രശേഖരൻ വധത്തെയും RMPയെയും ഉപയോഗിക്കുകയാണ് എന്നതിനുള്ള തെളിവായി കാണേണ്ടതുണ്ടോ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളെ? ശ്രീമതി KK രമ ടെലിഫോൺ ലൈനില്ല. അവർ ശ്രീ M. ലിജു, താങ്കൾക്ക് നേരത്തെ പറഞ്ഞു വന്നത് തുടരാം. അതോടൊപ്പം ശ്രീ അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന് പറഞ്ഞു, തിരഞ്ഞെടുപ്പിന് ശേഷം CPM-ൻ്റെ സഹായം കോൺഗ്രസിന് ആവശ്യമായി വന്നേക്കാം എന്നതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴേ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുന്നു എന്നൊരു ധ്വനി അദ്ദേഹത്തിൻ്റെ വാക്കിലുണ്ടായിരുന്നു. അദ്ദേഹം ദേശീയ രാഷ്ട്രീയം വളരെ നന്നായി അറിയാവുന്ന ആളല്ലേ. CPM എവിടെയൊക്കെയാണ് പ്രധാനമായും മത്സരിക്കുന്നത്? കേരളം, പശ്ചിമ ബംഗാൾ, ത്രിപുര. പശ്ചിമ ബംഗാളിലെ 42 സീറ്റുകളിൽ 35ഓളം സീറ്റുകൾ തൃണമൂൽ കോൺഗ്രസും 5 സീറ്റുകളോളം കോൺഗ്രസും ജയിക്കുമെന്നാണ് മാധ്യമ സർവേകൾ മുഴുവൻ പറയുന്നത്. മാധ്യമ സർവേകൾ മാത്രമല്ല, രാഷ്ട്രീയമായി കാര്യങ്ങൾ അറിയാവുന്ന മുഴുവൻ ആൾക്കാരും. ഏകദേശം 1 സീറ്റിലാണ് ബംഗാളിലാകെ CPM-ന്റെ വിജയസാധ്യത കൽപ്പിക്കപ്പെടുന്നത്. കേരളത്തെ സ്ഥിതി അറിയാം. അപ്പോൾ ബുദ്ധിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി CPM-ന്റെ എതിരാളികളായ തൃണമൂൽ കോൺഗ്രസിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുമോ? അതുപോലെ അതിനു പകരം വിരലെണ്ണാവുന്ന 2 അക്കം പോലും കാണുമെന്ന് ഉറപ്പില്ലാത്ത CPM എന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രസക്തി നഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഇത്രമാത്രം ഗൗരവമാർന്ന അങ്ങനെയല്ലോ താങ്കളുടെ നേതാവ്, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെ ഒരാളെ ശ്രീ AK ആന്റണി പ്രസംഗിക്കുന്നത് CPIM ഞങ്ങളെ പിന്തുണക്കണം, നരേന്ദ്രമോദിയെ എതിർക്കണമെന്നത് നിങ്ങളുടെ ആവശ്യമാണെങ്കിൽ ഞങ്ങളെ പിന്തുണക്കൂ, ഞങ്ങളല്ലാതെ മറ്റാരുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത് താങ്കൾ ഇപ്പറയുന്നത്ര ആത്മവിശ്വാസത്തോടെ അല്ല.
അല്ല, അദ്ദേഹത്തിന്റെ പ്രസംഗം മുഴുവൻ കേൾക്കാത്തത് കൊണ്ടാണ് ശ്രീ സനീഷ് ഇങ്ങനെ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ രാഷ്ട്രീയം രണ്ടായി വേർതിരിച്ചിരിക്കുന്നു, BJPയും കോൺഗ്രസും. ഇവിടെ CPMന് പ്രസക്തിയില്ല. CPM ചെയ്യുന്നത് മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കുകയാണ്. ആ അവസ്ഥയിൽ നിന്നും പിന്മാറി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളുടെ പ്രസക്തിയെക്കുറിച്ച് CPM മനസ്സിലാക്കണമെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അല്ലാതെ തിരഞ്ഞെടുപ്പ് ശേഷം ഞങ്ങളെ പിന്തുണയ്ക്കുന്നതല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്. അദ്ദേഹം ഉദ്ദേശിച്ചത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ CPM എത്രമാത്രം അപ്രസക്തമായി, കേരളത്തിൽ മത്സരിക്കുന്ന CPMന്റെ സ്ഥാനാർത്ഥികൾ എങ്ങനെ മതേതര വോട്ടുകളെ ഭിന്നിപ്പിക്കും. 1984 2 സീറ്റ് മാത്രമുണ്ടായിരുന്ന BJPയെ ഇവർ രൂപീകരിച്ച ദേശീയ മുന്നണി 89-ൽ 85 സീറ്റുകൾ കൊടുത്ത രാഷ്ട്രീയ പശ്ചാത്തലമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, പക്ഷേ ഇപ്പോഴും ആശ്വസിക്കാനുള്ള വകയായിട്ടില്ല. ആദ്യഘട്ടത്തിൽ ഞങ്ങൾക്ക് ഏറ്റെടുക്കാനാകില്ല, ഞങ്ങൾക്ക് വേറെ ഒരുപാട് പണിയുണ്ട് എന്ന് പറയുന്ന CBIക്ക് പക്ഷേ ആവശ്യമെങ്കിൽ ഗൗരവം പൂർണ്ണമായി ബോധ്യപ്പെട്ടാൽ ഈ കേസ് ഏറ്റെടുക്കേണ്ടി തന്നെ വരും. അതുകൊണ്ട് CBI അന്വേഷണം ഉണ്ടാകില്ല TP ചന്ദ്രശേഖരൻ വധക്കേസിൽ എന്ന് ആശ്വസിക്കുന്നത് അപകടകരമാകും ഈ ഘട്ടത്തിൽ എന്ന തോന്നലില്ലേ താങ്കൾക്ക്? CBI അന്വേഷണവും TP ചന്ദ്രശേഖരൻ വധവും CPMനെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ട് വന്ന വിഷയങ്ങളാണ്. ഈ കാര്യത്തിൽ ഒരു സമാധാനക്കുറവും ഒരാശ്വാസക്കുറവും CPMനില്ല. CPMന്റെ PB അംഗം സഖാവ് SRP ഇന്നലെ മീഡിയ പേഴ്സൺ ചോദിച്ചപ്പോ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് യാതൊരു വിഷമവുമില്ല, കൂട്ടിലെ തത്തയാണെങ്കിൽ കൂട്ടിലെ തത്ത ആര് വേണമെങ്കിലും അന്വേഷിച്ചോട്ടെ. CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്, ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല. പക്ഷെ ഈ CBIയെയും TP ചന്ദ്രശേഖരൻ വിധവും ഒക്കെ പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയമായിട്ട് CPMനെ അടിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ആ കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ വളരെ ഭംഗിയായിട്ട് എക്സ്പോസ് ചെയ്യും. ഇന്ന് ഒഞ്ചിയത്തെ സാധാരണ RMP പ്രവർത്തകർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുകയാണ്. ഒഞ്ചിയത്തിന് ആളുകൾ കൂട്ടത്തോടെ CPMന്റെ ഭാഗമായി തരുകയാണ്. രമയുടെയും RMPയുടെയും രാഷ്ട്രീയ അജണ്ട UDFനെ സഹായിക്കലാണ്. UDFന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് തുള്ളുകയാണ് അവര്. ആ കാര്യങ്ങൾ ജനങ്ങൾ ഇന്ന് നന്നായി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് CBIയുടെ ഒരു വക്താവ് ഇപ്പൊ ഈ കേസ് ഏറ്റെടുക്കാൻ പറഞ്ഞ് പറ്റില്ല, അത് നിയമപരമായി പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ തന്നെ CPM ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചതാണ്. ഞങ്ങൾക്ക് ഇതുകൊണ്ടൊരു പ്രത്യേകിച്ചൊരു കാര്യം. പക്ഷേ KT കുഞ്ഞിക്കണ്ണൻ, ഈ താങ്കൾ പറയുന്ന ഈ കോടതി വിധിക്കകത്ത് തന്നെ ഉണ്ട് വേണമെങ്കിൽ CPIഎമ്മിനെതിരെ ഉയർന്ന അന്വേഷണം നടത്താവുന്നതാണ് എന്നതിനുള്ള പഴുതുകൾ. വ്യക്തിപരമായ കാരണം കൊണ്ടല്ല ഈ കൊലപാതകം നടന്നിരിക്കുന്നത് എന്ന് കോടതി വിധിയിൽ പറയുന്നുണ്ട്. മറ്റാരുടെയോ ആയുധങ്ങളായി മാറുകയായിരുന്നു ഈ കൊലപാതകികൾ എന്നുകൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ കോടതി. അതുകൊണ്ട് ഉന്നതമായ ഗൂഢാലോചനയുണ്ട്, അത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ പാർട്ടികളിൽ ഒന്നിൻ്റെ നേതൃത്വമാണ് എന്ന ഗൗരവം വേണ്ടപ്പെട്ടവർക്ക് മുന്നിൽ സംസ്ഥാന സർക്കാർ അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി വെക്കുകയാണെങ്കിൽ അന്വേഷണം വരിക തന്നെ ചെയ്യും എന്ന് കാണേണ്ടതല്ലേ? ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇത് സംബന്ധമായിട്ടുള്ള എല്ലാ അന്വേഷണങ്ങളും നടത്തിയിട്ടുള്ളതാണല്ലോ. ഇപ്പോ MD ഇവിടെ പറഞ്ഞ രമ ഹാജരാക്കി എന്ന് പറയുന്ന TP ചന്ദ്രശേഖരന്റെ CD ഉണ്ടല്ലോ, ഈ CD ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ മുന്നിൽ വന്നതല്ലേ. ഈ പ്രസംഗങ്ങളൊക്കെ നിങ്ങൾ മീഡിയക്കാർ പല ഘട്ടങ്ങളിലായിട്ട് സംപ്രേഷണം ചെയ്തിട്ടുള്ളതല്ലേ. TP ചന്ദ്രശേഖരന്റെ ജയരാജന്മാരാണ്, പിണറായി വിജയനാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ പല ഘട്ടങ്ങളിലായിട്ട് സംപ്രേഷണം ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ലേ. ഇവിടെ വരുന്ന വിഷയം എന്ന് പറയുന്നത് ഈ CBI ഉപയോഗിച്ചുകൊണ്ട് CPMനെ തകർത്ത് കളയാം, CPMനെ അപകീർത്തിപ്പെടുത്തി കളയാമെന്ന് ആരും കരുതണ്ട. മാറാട് കലാപത്തില് 9 മനുഷ്യരെ ഒരു സായാഹ്നത്തിൽ കടപ്പുറത്തിരിക്കുന്ന ആളുകളെയാണ് അരിഞ്ഞു വീഴ്ത്തിയത്. അത് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ വ്യക്തതയോടുകൂടി പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യത്തെക്കുറിച്ച് CBI പോലുള്ള ഒരു ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കണമെന്ന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 2 പ്രാവശ്യം പ്രമേയം പാസാക്കി കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചാണ്. എന്തുകൊണ്ട് മാറാട് കേസ് CBI അന്വേഷിക്കുന്നില്ല? ഇപ്പൊ ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് ഉയർന്നു വന്നിരിക്കുന്ന CBI അന്വേഷിക്കേണ്ട പ്രശ്നങ്ങളാണ്. ഉമ്മൻചാണ്ടിയുടെ ഓഫീസ് ലാൻഡ് മാഫിയ സംഘത്തിന്റെ, അധോലോക സംഘത്തിന്റെ സമാന്തര സാമ്പത്തിക പ്രവർത്തനം നടത്തുന്ന ഒരു അധികാര കേന്ദ്രമായി മാറിയിരിക്കുന്നു എന്ന് കോടതി ചൂണ്ടിക്കാണിച്ചതാണ്. ഈ വിഷയങ്ങളൊന്നും പറയാതെ മാറാട് കേസിന്റെ ഉദാഹരണം മുന്നിലുണ്ട്. ഒരു തവണ അന്വേഷിച്ച് കാര്യങ്ങൾ നടന്നുപോയൊരു കേസിൽ വീണ്ടും ഒരു അന്വേഷണം മേൽക്കോടതിയിൽ നിന്നുണ്ടാവുക, മേൽ അന്വേഷണ സംഘത്തിൽ നിന്നുണ്ടാവുക എന്നത് നടക്കുകയില്ല എന്ന് CBI തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും നമുക്കറിയാം സംസ്ഥാനത്തിൻ്റെ പൊതുമനസ്സിനെ ഞെട്ടിച്ച സംഭവം തന്നെയാണ് TP ചന്ദ്രശേഖരൻ വധം. പക്ഷേ അതിന്മേലൊരു ജുഡീഷ്യൽ പ്രോസസ്സ് പൂർത്തിയായിട്ടുണ്ട്. അതിൽ ശിക്ഷിക്കപ്പെട്ട ആളുകൾ, പാർട്ടി നേതാക്കൾ അടക്കമുള്ളവർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അവർ ജയിലഴികൾക്കുള്ളിലാണ്. ആ കേസിനെ എല്ലാ കാലത്തും രാഷ്ട്രീയമായി ഇങ്ങനെ ഉണർത്തി വെക്കുക എന്നതിന് പിന്നിൽ റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിയുടെ CPIM വിരുദ്ധരുടെ ഒരു തീരാത്ത ആ പാർട്ടിയെ ആക്രമിക്കുക എന്ന ദാഹം കൂടെയുണ്ടോ?
വളരെ തെറ്റായി നമ്മൾ ചരിത്രം വായിക്കണം. വളരെ വളരെ തെറ്റായിട്ട്. അതൊരിക്കലും മാധ്യമപ്രവർത്തകരായ നമ്മൾ അതിൽ വീണു പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവിടെ പറയുകയുണ്ടായി, ഒരു കേസ് സംസ്ഥാന പോലീസ് അന്വേഷിച്ചു, അതോടുകൂടി പിന്നെ അതെല്ലാം കഴിഞ്ഞു എന്ന്. വളരെ തെറ്റല്ലേ അത്? ബെസ്റ്റ് ബേക്കറി കേസ്, ഇപ്പോൾ നമ്മൾ മോദിയെപ്പറ്റി പറയുന്നു, മോദി പ്രധാനമന്ത്രിയാവുന്നതിൻ്റെ ഭീഷണിയെപ്പറ്റി നമ്മൾ രാജ്യത്താകെ നടന്ന് പ്രസംഗിക്കുന്നു. അവിടെ ഈ ബെസ്റ്റ് ബേക്കറി കേസിൽ അവിടെ എല്ലാ പ്രതികളെയും വിട്ടയച്ചുകൊണ്ട് 37 സാക്ഷികളെ കൂറുമാറ്റി പ്രോസിക്യൂഷൻ പ്രതികൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. അങ്ങനെ ഉണ്ടായ ആ ബെസ്റ്റ് ബേക്കറി കേസിൽ ജനങ്ങൾ നടത്തിയ സമരം, പൗരാവകാശത്തിനു വേണ്ടി നിലകൊള്ളുന്നവർ നടത്തിയ സമരം സുപ്രീം കോടതി വരെ പോയിട്ട് സുപ്രീം കോടതിയാണ് ബെസ്റ്റ് ബേക്കറി കേസ് അട്ടിമറിച്ചതിന് എതിരെ ഒരിക്കൽ വിചാരണ ചെയ്ത് പ്രതികളെ വിട്ടയച്ച ആ കേസ് ഗുജറാത്തിന് പുറത്തു കൊണ്ടുപോയി വിചാരണ ചെയ്യണമെന്ന് തീരുമാനിച്ചത്. അതൊരു കീഴ്വഴക്കമാണ്. ആ കീഴ്വഴക്കം ഇവിടെ TP ചന്ദ്രശേഖരൻ കേസിലും വരും. അതിന് ഇവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒന്നും സഹായം ആവശ്യമില്ല. ഈ രാജ്യത്തിലെ ജനാധിപത്യവാദികൾ, പൗരാവകാശത്തിൽ വിശ്വാസമുള്ളവർ, അതിന് പ്രവർത്തിക്കുന്നവർ ഇവിടെ ഈ CBI അന്വേഷണം തള്ളപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കും. കാരണം ബെസ്റ്റ് ബേക്കറി കേസിൽ കൂറുമാറ്റിയതിനേക്കാൾ 4 ഇരട്ടി സാക്ഷികളെ കൂറുമാറ്റിയ കേസാണ് TP ചന്ദ്രശേഖരൻ വധക്കേസ്. അങ്ങനെ കൂറുമാറ്റുക മാത്രമല്ല, ആ കേസിൻ്റെ എല്ലാവർക്കും അറിയാം, ഒരു KC രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾക്ക് ഇത്രയും വലിയൊരു കൊലപാതകം നടത്തി, ഗൂഢാലോചന നടത്തി ഈ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയില്ല എന്നുള്ളതറിയാം. അത് വിശ്വസിക്കണമെന്നാണോ, അതോ കോഴിക്കോട്ടെ കോടതി പറഞ്ഞ ഇതിലെ രാഷ്ട്രീയ പകയുടെ അടിസ്ഥാനത്തിൽ ഉപകരണങ്ങളാക്കി ഉപയോഗപ്പെടുത്തിയവരാണ് മറ്റുള്ളവർ എന്ന് പറയുന്നു? അതിന്റെ വസ്തുതകൾ താങ്കൾ പറയുന്നിടത്താണ് എന്ന് തന്നെ വെക്കുക. പക്ഷേ ഇതൊരു തെരഞ്ഞെടുപ്പ് കാലമാണ്. VS അച്യുതാനന്ദൻ അടക്കമുള്ള ആളുകൾ തിരിഞ്ഞപ്പുറത്തേക്ക് നിന്നിരിക്കുന്ന സാഹചര്യവുമുണ്ട്. CBI അന്വേഷണം നടക്കില്ല എന്നത് UDF-ന് തിരിച്ചടിയാകും എന്ന നിരീക്ഷണങ്ങൾ അവിടെയുണ്ട്. ഇത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് വെച്ച് നോക്കിയാൽ തെരഞ്ഞെടുപ്പിൽ LDF-ന് ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണോ ഉണ്ടായിരിക്കുന്നത്? ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കാണേണ്ട ഒരു കാര്യമല്ല. ഇത് തെരഞ്ഞെടുപ്പിന് 2 വോട്ട് RMPക്ക് കിട്ടുമോ 4 വോട്ട് CPM-ന് കിട്ടുമോ എന്നുള്ള നിലവാരത്തിൽ അതിനെ ഒരു മനുഷ്യത്വമുള്ളവർ സമീപിക്കില്ല. ഇത്രയും മൃഗീയമായ കേരള സമൂഹത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ചത് എന്ന് ഒരു കോടതി അടിവരയിട്ട് ഈ കേരള സമൂഹത്തിന് മനസാക്ഷി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കുഴിച്ചിട്ട് അടിയിൽ മണ്ണിട്ട് മൂടി വെക്കണമെന്നാണോ? ഈ തെരഞ്ഞെടുപ്പ് കാലത്തും സംസാരിക്കും, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും സംസാരിക്കും. ഗുജറാത്തിലും ഇതുപോലെ ഒരുപാട് തെരഞ്ഞെടുപ്പുകളുണ്ടായിരുന്നു. ബെസ്റ്റ് ബേക്കറി കേസിന് വേണ്ടി ഉള്ള പോരാട്ടത്തിൽ ഈ രാജ്യത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും മറ്റ് ജനാധിപത്യവാദികളും ഒക്കെ ബെസ്റ്റ് ബേക്കറി കേസിൻ്റെ പിറകിൽ അണിനിരുന്നത് BJP-ക്കെതിരായി രാഷ്ട്രീയമായ ഒരു പോരാട്ടത്തിനല്ല. അത് മനുഷ്യാവകാശത്തിന് വേണ്ടിയും ജനാധിപത്യത്തിന് വേണ്ടിയുമുള്ളതാണ്. അതുപോലെ തന്നെ ഇതുപോലുള്ള സംഭവങ്ങൾ ഇപ്പോൾ തന്നെ പല ഭാഗങ്ങളിൽ ഇതുപോലെ വാടക കൊലയാളികളെ പറഞ്ഞയച്ചിട്ട് ആളുകളെ കൊലപ്പെടുത്തിയതിൻ്റെ വിവരങ്ങൾ ഓരോന്നോരോന്നായി തൃശ്ശൂരിൽ നിന്നും അതുപോലെ മറ്റു ഭാഗങ്ങളിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. 2008 തൊട്ട് കേരളത്തിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നു. CPM-ന് ഇഷ്ടമില്ലാത്തവരെ കഥ കഴിക്കാൻ വേണ്ടി ആളുകളെ അയക്കും, ഗൂഢാലോചനക്കാർ രക്ഷപ്പെട്ടു പോകും. അതാണ് ഇതിന്റെ ആകത്തുക. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, യഥാർത്ഥത്തിൽ തിരിച്ചടിയാവുകയാണ് ഇത് ചെയ്യുക. എന്തെന്നാൽ ഈ ഘട്ടത്തിൽ എല്ലാ പഴുതുകളും ഉണ്ടായിട്ടും CBI കേസ് ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞതിലൂടെ ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു: കോൺഗ്രസും CPI-യും തമ്മിൽ അവിശുദ്ധമായ ബന്ധമുണ്ട് എന്ന്. അത് വോട്ടർമാർ തിരിച്ചറിഞ്ഞ് CPIM-നെ തോൽപ്പിക്കുകയാണ് ചെയ്യുക. കേരളത്തിലും ഇന്ത്യയിലും നടക്കുന്ന ഈ 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുപ്രധാനമായ രാഷ്ട്രീയ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ആ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് CPM ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ അത്തരം രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നതെന്നും അത് CPM-ന് അനുകൂലമായ, ഇടതുപക്ഷത്തിന് അനുകൂലമായ വലിയൊരു ജനവിധിയായിട്ട് കേരളത്തിൽ മാറാൻ പോകുന്നു. വടകര ഉൾപ്പെടെയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ളത് ആർക്കും നിഷേധിക്കാനാവാത്തൊരു വസ്തുതയാണ്. ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു തരംഗം തന്നെ വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുക. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ TP ചന്ദ്രശേഖരൻ വധവും ആയി ബന്ധപ്പെട്ട CBI എൻക്വയറിയെ അട്ടിമറിക്കാൻ കോൺഗ്രസും
CPM തമ്മിൽ ധാരണകൾ എത്തിക്കഴിഞ്ഞു എന്നൊക്കെ പറയുന്ന ആളുകൾ CPM എന്തിൻ്റെയൊക്കെ പേരിൽ എതിർക്കണം, CPM-നെതിരായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം? അതൊരു തൊഴിലായി എടുത്ത ആളുകളുടെ ആക്ഷേപം എന്നല്ലാതെ, വില കുറഞ്ഞ രാഷ്ട്രീയ ആരോപണം എന്നല്ലാതെ മറ്റാരും അത് മുഖവിലക്കെടുക്കാൻ പോകുന്നില്ല. ശ്രീമാൻ AK ആന്റണി പറയുന്ന കാര്യങ്ങളൊന്നും CPM-ന് ബാധകമായ കാര്യമല്ല. CPM-ന് ഇക്കാര്യത്തിലൊക്കെ വ്യക്തമായ സമീപനമുണ്ട്. CPM-ന്റെ ജനറൽ സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു കാരണവശാലും കോൺഗ്രസുമായിട്ട് CPM യുണൈറ്റ് ചെയ്യുന്ന പ്രശ്നമില്ല. കോൺഗ്രസ് എവിടെ ഒരു ഗവൺമെൻറ് രൂപീകരിക്കാൻ വരുന്നു? ആന്റണിയുടെ ദിവാസ്വപ്നം മാത്രമാണത്. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മതനിരപേക്ഷ പ്രാദേശിക പാർട്ടികളാണ് വലിയ സീറ്റുകൾ നേടുന്നത്. കോൺഗ്രസ് 100-ൽ താഴെ സീറ്റുള്ള ഒരു പാർട്ടിയായിട്ട് ചുരുങ്ങിപ്പോകുമെന്നാണ് എല്ലാ സർവേകളും കാണിക്കുന്നത്. ദേശീയ തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് രംഗം നിരീക്ഷിക്കുന്ന മാധ്യമ പ്രവർത്തകരൊക്കെ ഇത് അടിവരയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ മോഡിയെ പ്രതിരോധിക്കാൻ CPM അടക്കമുള്ള പാർട്ടികൾ നേതൃത്വം കൊടുക്കുന്ന ഒരു മൂന്നാം ബദലാണ് വരാൻ പോകുന്നത്. തീർച്ചയായും അവസാനിപ്പിക്കാം. ശ്രീ അപ്പുക്കുട്ടൻ പള്ളിക്കുന്ന്, വളരെ പെട്ടെന്ന് താങ്കൾക്ക്. അല്ല, ഇവിടെ ഈ ദേശീയ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ 16-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ RMPയേക്കാൾ ചെറിയ ഒരു പാർട്ടിയായിട്ട് CPIM ചുരുങ്ങി നിൽക്കുന്ന ഒരു കാര്യം നമുക്കൊക്കെ അറിയാം. ഇപ്പോൾ ഈ 11 പാർട്ടികൾ ഉൾപ്പെട്ട മുന്നണി, ആ മുന്നണി ഒരു 350-ൽ പരം സീറ്റുകൾ ഈ മേഖലകളിലുള്ള പാർട്ടി ഒരു മുന്നണിയാണ് എന്നാണ് അവകാശപ്പെട്ടിരുന്നത്. പക്ഷേ ഈ മുന്നണിയിൽ തമിഴ്നാട്ടിൽ ഒരു സീറ്റ് പോലും ജയലളിത കൊടുത്തില്ല. അതുപോലെ ഈ റീജിയണൽ പാർട്ടികളൊക്കെ തന്നെയും ശ്രമിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് സാധിക്കുമോ പ്രധാനമന്ത്രിയാകാൻ, അതല്ലെങ്കിൽ നിർണായകമായി ഈ ഗവൺമെൻറ് വരാൻ എന്ന ഒരു പരിശോധിക്കുകയാണ്. അപ്പോൾ അവിടെ CPM-ന് എന്തൊക്കെ നേട്ടമുണ്ടാകും എന്നുള്ളത് ഒന്നും ഇവിടെ പ്രശ്നമല്ല. ഇവിടെ ഗുജറാത്തിൽ മോഡിയെ നമ്മൾ എന്തിനാണ് എതിർക്കുന്നത്? മോഡി ഒരു പ്രത്യേക രാഷ്ട്രീയത്തെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ്. അത് ഫാസിസ്റ്റ് രാഷ്ട്രീയമാണ്. ആ ഫാസിസ്റ്റ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ആളുകളെ കൊല ചെയ്യുകയും ജനാധിപത്യം തകർക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയമാണ്. അതുതന്നെ ഒരു ഇടതുപക്ഷ പാർട്ടി, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് തന്നെ ഒരു സംസ്ഥാനത്ത് നിർവഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കുക എന്ന് പറയുന്നത് ഒരു തൊഴിലല്ല, അതൊരു ജനാധിപത്യവാദിയുടെ, നമ്മുടെ രാജ്യത്തെ ഭരണഘടന നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ എല്ലാം ചുമതലയാണ്. അപ്പുക്കുട്ടൻ പള്ളിക്കുന്ന്, സമയക്കുറവുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. CBI അന്വേഷണം ആവശ്യമില്ല, CBI വരില്ല എന്ന നിലപാടാണ് CBI പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ഏത് വിധത്തിലാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കുക എന്നുകൂടെ കാണേണ്ടതുണ്ട്. വളരെ നന്ദി ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ശ്രീ M ലിജു, ശ്രീ അപ്പുക്കുട്ടൻ പള്ളിക്കുന്ന്, ശ്രീമതി KK രമ. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.